students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഫ്ത്ത് ചാപ്റ്റർ കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് അതിലെ ആദ്യത്തെ ടോപ്പിക് അമോണിയ, കമ്പൗണ്ട് ഓഫ് അമോണിയ നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ യൂസസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ഹേബേഴ്സ് പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വിലിബ്രിയം, എന്താണ് ഈക്വിലിബ്രിയം, എന്താണ് ഫോർവേഡ് റിയാക്ഷൻ, എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതിലെന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ, എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, അത് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈക്വിലിബ്രിയം ടോപ്പിക്ക് പോണേക്കാളും മുമ്പ് നമ്മൾ ഈ ഹേബേഴ്സ് പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഹേബേഴ്സ് പ്രോസസ്സ് ഇവിടെ കൊടുത്തേക്കുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് അമോണിയ ക്ലാസ് റൂമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ലബോറട്ടറിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഇൻഡസ്ട്രീസിൽ എങ്ങനെയാണ് ഈ അമോണിയ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹേബേഴ്സ് പ്രോസസ്സ് കണ്ടുപിടിച്ചത് ജർമ്മൻ സയന്റിസ്റ്റ് ഫ്രിറ്റ്സ് ഹേബർ ആണ്, 1912. അപ്പോൾ എന്താണ് ഈ ഹേബേഴ്സ് പ്രോസസ്സ്? അതിന്റെ റിയാക്ഷൻ എന്താണ്? നൈട്രോജൻ N2 പ്ലസ് ഹൈഡ്രോജൻ 3H2 gives 2NH3. അതായത് നൈട്രോജൻ റിയാക്ട്സ് വിത്ത് 3 ഹൈഡ്രോജൻ ടു ഗിവ് 2 അമോണിയ. എന്താണ് ഇത്? ഇവിടെ നൈട്രോജനും ഹൈഡ്രോജനും റിയാക്ടൻസ് ഏതൊക്കെയാണ് റിയാക്ടൻസ് എടുക്കുന്നത്? നൈട്രോജൻ ഗ്യാസും പിന്നെ ഹൈഡ്രോജൻ ഗ്യാസ്. അതിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:3. അപ്പോൾ 1:3 ആണ് നൈട്രോജൻ ആൻഡ് ഹൈഡ്രോജൻ. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് അമോണിയ ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ കണ്ടീഷൻസ്? ആ പ്രോസസ്സ് അമോണിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രഷറും ടെമ്പറേച്ചറും വേണം. എന്താണ് ഹൈ പ്രഷർ? എത്ര പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മൾ 200 അറ്റ്മോസ്ഫിയേഴ്സ്. ആൻഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 450°C. അപ്പോൾ അതിന് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? സ്പോഞ്ചി അയൺ ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹേബേഴ്സ് പ്രോസസ്സ് നമുക്കറിയാം, യൂസസിന് നമ്മൾ കണ്ടായിരുന്നു. അമോണിയ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെ, ലാർജ് എമൗണ്ട് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് കേട്ട് കാണണം ഗ്രീൻ റെവല്യൂഷൻ. സ്വാമിനാഥനാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ കണ്ടുപിടിച്ച ആള്. ആ ഗ്രീൻ റെവല്യൂഷന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ക്രോപ്പ് ഈൽഡിനെ ഇൻക്രീസ് ചെയ്യാനും സീഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയായിരുന്നു ആ ഗ്രീൻ റെവല്യൂഷൻ വന്നിരുന്നത്. അപ്പൊ ആ ഗ്രീൻ റെവല്യൂഷന്റെ സമയത്താണ് നമ്മൾ കൂടുതൽ ട്രാക്ടേഴ്സ്, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ അമോണിയയുടെ പ്രൊഡക്ഷന് നമ്മൾ ലാർജ് സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇൻഡസ്ട്രീസിൽ അമോണിയയുടെ പ്രൊഡക്ഷൻ, അമോണിയ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് പ്രോസസ്സാണ്? ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ നൈട്രോജൻ ഏത് റേഷ്യോയില? 1:3. 1 ഓഫ് നൈട്രോജൻ ആൻഡ് 3 റേഷ്യോ, 1:3 റേഷ്യോ. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഹൈ പ്രഷർ, എത്രയാണ് പ്രഷർ? 200 അറ്റ്മോസ്ഫിയേഴ്സ്, ടെമ്പറേച്ചർ 450°C, പിന്നെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് സ്പോഞ്ചി അയൺ. അപ്പൊ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് പഠിച്ചത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചത്. നമ്മൾ എന്താണ് എക്സ്പെരിമെന്റിൽ പഠിച്ചത്? നമ്മളൊരു ബോയിലിംഗ് ട്യൂബ് എടുത്തു അല്ലെ, നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഞാനിപ്പോ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു ബോയിലിംഗ് ട്യൂബിലേക്ക് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താണ് എടുത്തത്? അമോണിയം ക്ലോറൈഡ് അല്ലെ. അമോണിയം ക്ലോറൈഡ് സോൾട്ട് നമ്മൾ എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ആദ്യം ഒരു പെക്യൂലിയർ സ്മെല്ല് വന്നു അല്ലെ. നമ്മൾക്കൊരു പഞ്ചന്റ് സ്മെല്ല്. നമുക്കറിയാം അമോണിയ ഗ്യാസിന്റെ പഞ്ചന്റ് സ്മെല്ലാണ്. അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ആദ്യം ഒരു പെക്യൂലിയർ സ്മെല്ല് വന്നു, അമോണിയ ഗ്യാസ് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ
നമ്മൾ അതിന്റെ ബോയിലിംഗ് ട്യൂബിന്റെ മൗത്തിലോട്ട് നമ്മൾ വെച്ചു. അതിന്റെ മുകളിൽ ആ ബോയിലിംഗ് ട്യൂബിന്റെ മുകളിൽ വെച്ചപ്പോൾ നമുക്കറിയാം ആ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് കൺവേർട്ട് ആയി. അപ്പൊ ബ്ലൂ ആയിട്ട് എന്തുകൊണ്ടാണ് മാറാൻ കാരണം? അമോണിയം ക്ലോറൈഡ് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ അമോണിയം ഇറ്റ് ഗീവ്സ് NH3+HCl, രണ്ട് ഗ്യാസ് ആണ് തരുന്നത്. ആദ്യം അമോണിയ ഗ്യാസിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് ആദ്യം ലിബറേറ്റ് ചെയ്യും. HClന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് അവസാനമാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഏതാണ് വന്നത്? അമോണിയ ഗ്യാസ്. അതുകൊണ്ടാണ് നമുക്കൊരു പെക്യുലർ സ്മെല്ല് കിട്ടിയേ. ആ സ്മെല്ല് അപ്പൊ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ആ ലിറ്റ്മസ് പേപ്പർ അവിടെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ബ്ലൂ ലിറ്റ്മസ് ചേഞ്ചസ് ടു റെഡ്. എന്തുകൊണ്ടാണ്? അമോണിയ ഗ്യാസ് എല്ലാം ലിബറേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഏതാണ് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ്? HCl. HClന്റെ നേച്ചർ എന്താണ്? അത് അസിഡിക് നേച്ചർ ആണ്. അതുകൊണ്ട് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആയിട്ട് മാറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ വേറൊരു എക്സ്പെരിമെന്റ് കൂടി നമ്മൾ നോക്കാം. ഇവിടെ ആ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ബോയിലിംഗ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്തു. അമോണിയ ഗ്യാസ് ആദ്യം ലിബറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് HCl ഗ്യാസ് ലിബറേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ട്യൂബ് ചെയ്യാണ്? ഞാൻ അതിനെ കൂൾ ചെയ്യണം. ഞാൻ ഹീറ്റിംഗ് നിർത്തി കുറച്ചു നേരം ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കി ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ നോക്കിയാൽ അറിയാമോ ഒരു സോളിഡ് പാർട്ടിക്കിൾസ്, സോളിഡ് പ്രിസിപ്പിറ്റേറ്റ് കാണാം. ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പൗഡർ ആ ടെസ്റ്റ് ട്യൂബിന്റെ വാൾസില് നിങ്ങൾക്കൊരു വൈറ്റ് പൗഡർ നിങ്ങൾക്ക് കാണാം. എന്താണ് ആ വൈറ്റ് പൗഡർ? വൈറ്റ് പൗഡർ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. കൂളായപ്പോൾ എന്തായി? നമുക്കറിയാമോ ഈ അമോണിയ ബേസിക് ആണ്, HCl ആസിഡിക് ആണ്. ഈ രണ്ട് ഗ്യാസ് പിന്നെയും കമ്പൈൻ ആയി നമുക്ക് എന്താണ് കിട്ടിയത്? അമോണിയം ക്ലോറൈഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. പിന്നെ ഇനി ആ വൈറ്റ് പൗഡർ ഒന്നുകൂടി നമ്മൾ ഹീറ്റ് ചെയ്താലോ? ഹീറ്റ് ചെയ്ത് പിന്നെയും അമോണിയ ഗ്യാസും HCl ഗ്യാസും ലിബറേറ്റ് ആവും. കൂൾ ചെയ്താലോ? അതിന്റെ തൊട്ട് മുകളിൽ പിന്നെയും വൈറ്റ് പൗഡർ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അമോണിയം ആൻഡ് HCl ഗ്യാസ് അത് കമ്പൈൻ ആവുന്നതുകൊണ്ട്. അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. Haven't you noticed the white powder sticking to the sides of the test tube? It is the ammonium chloride. It is found due to the reaction between ammonia and HCl gas which come out. Okay. നമുക്ക് ഇന്ന് വേറൊരു എക്സ്പെരിമെന്റ് നോക്കാം. Let us do another experiment to make this clear. A glass rod dipped in concentrated HCl is shown inside the jar which is filled with ammonia gas. നമ്മൾ കഴിഞ്ഞ ആ എക്സ്പെരിമെന്റിൽ ചെയ്തത് ഇവിടെ ഞാൻ ആ റിയാക്ഷൻ പറഞ്ഞു. NH4Cl gives NH3+HCl. നമ്മൾ ഇവിടെ ചെയ്തത് ഒരു ഓപ്പൺ സിസ്റ്റം ആണ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എൻഡ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഓപ്പൺ ആണ്. അവിടെ ആ ഗ്യാസസ് ഔട്ട്സൈഡ് ആ അറ്റ്മോസ്ഫിയറിലോട്ട് അത് ലിബറേറ്റ് ചെയ്യുവാണ് അല്ലെ? അതൊരു ഓപ്പൺ സിസ്റ്റം ആണ് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റമിലാണ് നമ്മൾ ഇവിടെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇവിടെ ക്ലോസ് സിസ്റ്റം എന്ന് പറയാൻ കാരണം? നമ്മളിവിടെ ഒരു ട്യൂബ് എടുത്തു. ആ ട്യൂബ് രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. ആ ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള റിയാക്ഷൻ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, let us do another experiment to make this clear. A glass rod dipped in concentrated HCl is shown inside the jar which is filled with the ammonia gas. What have you observed? ഇവിടെ നമ്മൾ ഒരു ജാർ എടുത്തു. ആ ജാറിൽ ഞാൻ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തു. അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് റോഡ് എടുത്തു. ആ ഗ്ലാസ് റോഡ് ഞാൻ കോൺസെൻട്രേറ്റഡ് HCl ഡിപ്പ് ചെയ്ത് ആ ജാറിന്റെ മുകളിൽ ഞാനൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു, എക്സ്പോസ് ചെയ്തു. എക്സ്പോസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? നമുക്കൊരു വൈറ്റ് സ്മോക്കിന്റെ ഫോർമേഷൻ നമുക്ക് കാണാം.
എന്തുകൊണ്ടാണ് ആ വൈറ്റ് സ്മോക്ക് ഫോർമേഷൻ ആവുന്നത്? ഇവിടെ അമോണിയ ഗ്യാസ്, ജാറിലുള്ള അമോണിയ ഗ്യാസും ആ ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്ത HCl റിയാക്ട് ചെയ്ത് അവിടെ NH4Cl ഫോർമേഷൻ ആവും. ആ ഫോർമേഷൻ ഓഫ് NH4Cl ആയതുകൊണ്ടാണ് നമുക്കൊരു വൈറ്റ് സ്മോക്കിന്റെ ഫോർമേഷൻ കാണുന്നത്. ഇവിടെ ആൻസർ എന്താണ്? NH4Cl. ഇവിടുത്തെ ആൻസർ എന്താണ്? ഫോർമേഷൻ ഓഫ് വൈറ്റ് സ്മോക്ക്. ഓക്കെ, നെക്സ്റ്റ് ടേക്ക് എ ഗ്ലാസ് ട്യൂബ്. അടുത്ത എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഇവിടെ ഈ റിയാക്ഷൻ ഒന്ന് നോക്കണം. ഇതൊരു ഓപ്പൺ സിസ്റ്റം ആണ്. ഞാൻ ആ സിസ്റ്റം ക്ലോസ് ചെയ്തിട്ടില്ല. ജാറ് എക്സ്പോസ് ചെയ്തപ്പോൾ അമോണിയം ക്ലോറൈഡ് ആയിട്ട് മാറി. ഈ റിയാക്ഷൻ നോക്കണം. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയി NH4Cl. നെക്സ്റ്റ് ഞാൻ ക്ലോസ് സിസ്റ്റം ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ടേക്ക് എ ഗ്ലാസ് ട്യൂബ്. ഒരു സാധാ ഗ്ലാസ് ട്യൂബ് എടുത്തു. ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം. ഒരു ഗ്ലാസ് ട്യൂബ് ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ place a piece of cotton dipped in HCl at one end and another piece dipped in ammonia solution at the other end of the glass tube such that these are well inside the glass tube. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, ഞാൻ കുറച്ച് പഞ്ഞി എടുത്തു. കുറച്ച് പഞ്ഞി ഞാൻ HCl ഡിപ്പ് ചെയ്ത് ഞാൻ ഈ സൈഡിൽ കുറച്ച് തള്ളി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വേറെ പഞ്ഞി എടുത്ത് ഞാൻ അമോണിയ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് ഈ ഗ്ലാസിന്റെ നെക്സ്റ്റ് വേറെ എൻഡിൽ ഞാൻ കുറച്ച് തള്ളി വെച്ച് ഞാൻ ഈ ഗ്ലാസ് ട്യൂബിനെ എന്ത് ചെയ്തു? കോർക്ക് കൊണ്ട് ഞാൻ അടച്ചു. നല്ല ടൈറ്റ് ആയിട്ട് ഞാൻ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ക്ലോസ് ബോത്ത് ദ എൻഡ്സ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ് ടൈറ്റ്ലി യൂസിങ് കോക്സ്. ഒബ്സർവ് ദ ചേഞ്ച് ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ HCl ആണ് അല്ലെ? ഈ HCl ഗ്യാസ്, ഇവിടെ അമോണിയ. ഇവിടെ എന്താവും? ഈ അമോണിയയുടെ ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ ഈ അമോണിയ ഗ്യാസ് എന്താവും? ഇവിടെ നിന്ന് ഇവിടെയും വരെയും പോകും അല്ലെ? ഡെൻസിറ്റി കൂടുതലെങ്കിൽ ഇത് പെട്ടെന്ന് പോകും. HClന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് ആള് മടിയനാ. അപ്പൊ ആള് പയ്യെ പോകും. അപ്പൊ ഇവിടെ ഈ ജംഗ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ വൈറ്റ് ഫ്യൂംസ് ഫോർമേഷന്റെ കാണാം. ഒരു വൈറ്റ് സ്മോക്ക്. കഴിഞ്ഞ എക്സ്പെരിമെന്റ് വൈറ്റ് സ്മോക്ക് ഫോർമേഷൻ. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ഫ്യൂംസിന്റെ വൈറ്റ് സ്മോക്ക് ഫോർമേഷന് നമുക്ക് കാണാം. എന്തുകൊണ്ടാ? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. ഇവിടെ ലിബറേറ്റ് ചെയ്ത അമോണിയ ഗ്യാസും ഇവിടുന്ന് ലിബറേറ്റ് ചെയ്ത HCl ഗ്യാസ് രണ്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താണ് കിട്ടിയത്? അമോണിയം ക്ലോറൈഡ്. Do you observe the thick white fumes? Yes, it is due to the combination of HCl gas and NH3 gas. Heat the region of the glass tube where the white powder of the ammonium chloride has been stuck. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഈ വൈറ്റ് സ്മോക്ക് ഫോർമേഷൻ ആയല്ലോ, അവിടെ പിന്നെയും ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? ആ വൈറ്റ് സ്മോക്ക് ഡിസപ്പിയർ ആവും അല്ലേ? അതാണ് ആൻസർ. See the chemical equations for the decomposition of ammonium chloride by heating and recombination of the products form. നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ പറഞ്ഞു, ഒരു ബോയിലിംഗ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് എടുത്തു, ഞാൻ ഹീറ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു? ഞാൻ സോൾട്ട് ആണ് എടുത്തത്. അപ്പോൾ സോളിഡ് അമോണിയം ക്ലോറൈഡ് ആണ് എടുത്തത്. ഹീറ്റ് ചെയ്തപ്പോൾ അമോണിയ ഗ്യാസും HCl ഗ്യാസും ലിബറേറ്റ് ആയി. നെക്സ്റ്റ് റിയാക്ഷൻ. ഈ എക്സ്പെരിമെന്റിലോ ഇവിടെ ഞാൻ പറഞ്ഞ ക്ലോസ്ഡ് സിസ്റ്റമിൽ ഈ ഗ്ലാസ് ട്യൂബിൽ ഞാൻ ഏത് ഗ്യാസ് ആണ് എടുത്തേക്കുന്നത്? അമോണിയ പിന്നെ HCl അല്ലെ? ആ പഞ്ഞിന് മുക്കിയ അമോണിയ സൊല്യൂഷനും HClഉം എടുത്ത് ഞാൻ ചെയ്തപ്പോൾ എന്തായിരുന്നു? ഈ അമോണിയ ഗ്യാസും HCl ഗ്യാസും കമ്പൈൻ ചെയ്ത് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയി. ഇവിടെ reactant is converted into product. The product is converted into reactant. സെയിം റിയാക്ഷൻ അല്ലേ? ഇവിടെ ഫോർവേഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ബാക്ക്വേർഡ് ആയിട്ട്. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഇവിടെ കമ്പൈൻ ചെയ്യുവാണ്. NH4Cl gives NH3 plus HCl. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പോർഷനിലെ റിയാക്ഷൻ നോക്കിയേ, രണ്ട് ഡബിൾ ഹെഡഡ് ആരോ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലെ? എന്താണ് ഇത്? ഈ സൈനിന്റെ എന്താണ് സൂചിപ്പിക്കുന്നത്? That means the reaction takes place in both the direction. ഇവിടെ അമോണിയം ക്ലോറൈഡ് അമോണിയം
ഗ്യാസും HCl ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്ത് പറയാം, അമോണിയ ഗ്യാസ് സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നമുക്ക് എന്താ പറയാം, അമോണിയ ഗ്യാസും HCl ഗ്യാസ് രണ്ടും കമ്പൈൻ ചെയ്ത് അമോണിയം ക്ലോറൈഡ് ഫോർമേഷൻ ആവാം, ആ ഒരു വൈറ്റ് സ്മോക്ക് ഫോർമേഷൻ ആവാം. അപ്പൊ രണ്ട് പോസിബിലിറ്റിയും ഉണ്ട് അല്ലെ. അപ്പോ ഇങ്ങനത്തെ റിയാക്ഷൻ, ഇങ്ങനത്തെ സൈൻ ഉള്ള ഏതെങ്കിലും റിയാക്ഷൻ നമ്മളിങ്ങനെ സൈൻ കണ്ടാൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും, അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഞാൻ ഈ ക്ലാസ്സിൽ ഹേബേഴ്സ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. NH2 plus 3H2 gives 2NH3. ഹേബേഴ്സ് പ്രോസസ്സിലെ മാനുഫാക്ചർ ഓഫ് അമോണിയ അതും റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്, എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് നോക്കാം. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. രണ്ട് ഡയറക്ഷനിലും നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷനും പിന്നെ ഇവിടെ എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ രണ്ട് ഇതുണ്ട്, ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ. In a reversible reaction, the reaction in which the reactants change into products is called forward reaction. ഈ particular example നോക്കാം. NH2 plus 3H2 gives 2NH3. ഇതാണ് ഹേബേഴ്സ് പ്രോസസ്സിലെ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഹേബേഴ്സ് പ്രോസസ്സിലെ നൈട്രോജൻ 1 റേഷ്യോ 1, ഹൈഡ്രോജൻ അവിടെ എത്രയാണ് കോഎഫിഷ്യന്റ് 3, 1:3. ഇവിടെ എന്താണ് റിയാക്ടന്റ് രണ്ടും കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എവിടെ എന്താണ് ഡെഫിനേഷൻ പറയുന്നത്, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെ. ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ the reaction which reactants is converted into product is called forward reaction. Backward reaction എന്ന് പറഞ്ഞാൽ എന്താണ്, products change back to reactants is called as a backward reaction. അപ്പൊ ഇത് പഠിക്കണം, എന്താണ് റിവേഴ്സിബിൾ ആൻഡ് irreversible reaction. Okay, examine the chemical equations given below and write the forward and backward reaction in each. നമുക്ക് ഇവിടെ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എഴുതണം. എങ്ങനെ എഴുതാം, ഇവിടെ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എഴുതുന്നത്, ഫോർവേഡ് N2 plus 3H2 ഒരു സിംഗിൾ ആരോ എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതണം, 2NH3. അതാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെ എഴുതാം, 2NH3 gives സിംഗിൾ ആരോ എഴുതിയിട്ട് N2 plus 3H2. അതാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നെക്സ്റ്റ് 2SO2 plus O2 gives 2SO3. ഇത് മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണിത്. കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയും, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ അവസാനം നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, 2SO2 plus O2 gives സിംഗിൾ ആരോ എഴുതിയിട്ട് വേണം 2SO3 എഴുതാൻ, അത് ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, 2SO2 gives 2SO2 plus O2, അതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. വേറെ H2 plus I2 റിവേഴ്സിബിൾ റിയാക്ഷൻ 2HI. ഫോർവേഡ് എങ്ങനെയാണ് എഴുതുന്നത്, H2 plus I2 gives സിംഗിൾ ആരോ എഴുതിയിട്ട് 2HI, ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെയാണ്, 2HI gives H2 plus I2. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ ഇവിടെയും വരെ പഠിച്ചത് ഇപ്പൊ എന്താണ്, നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. Are these chemical reactions similar to those we have already studied? See the chemical equation of the neutralization reaction between sodium hydroxide and HCl. അപ്പോ നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അത് നമ്മൾ നേരത്തെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്കിവിടെ നോക്കാം. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം റിയാക്ട് ആകുമ്പോൾ എന്താണ് കിട്ടുന്നത്, സോഡിയം ക്ലോറൈഡ് പ്ലസ് H2O. നമ്മൾ ഒരു ബേസും ആസിഡും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്, സോൾട്ട് പ്ലസ് വാട്ടർ ആണ്. നമുക്ക് പിന്നെയും ആ സോൾട്ടിനെ എനിക്ക് ഹീറ്റ് ചെയ്താൽ എനിക്ക് തിരിച്ചു കിട്ടുമോ, ഈ റിയാക്ടൻസ് എനിക്ക് തിരിച്ചു കിട്ടുമോ, NaOHും HClഉം ഗ്യാസും കിട്ടുമോ, ഇല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നമുക്ക് കിട്ടൂല.
അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതായത് റിയാക്ടൻസ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറും. പക്ഷെ പ്രോഡക്ട്സിനെ നമ്മൾ ഹീറ്റ് ചെയ്താലോ എന്തെങ്കിലും ചെയ്താലോ നമുക്ക് റിയാക്ടൻസ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ ഡയറക്ഷനിലെ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പേപ്പർ എടുത്തു. ഞാൻ കത്തിച്ചു. പേപ്പർ കത്തിച്ചു കഴിഞ്ഞ് നമുക്ക് എന്താണ് കിട്ടുന്നത്? ആഷാ കിട്ടുന്നത്, അല്ലെ? ചാര കിട്ടുന്നത്. അപ്പോ ആ ആഷിനെ പിന്നെയും ഞാൻ അതിനെ എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എനിക്ക് ഞാൻ കത്തിച്ച പേപ്പർ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മള് ഏതാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ബേണിംഗ് ഓഫ് പേപ്പർ എന്ന് പറയാം. ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോ വേറൊരു എക്സാമ്പിൾ, ബേണിംഗ് ഓഫ് ഫയർവുഡ്. ഇപ്പൊ ഞാൻ ഒരു വിറക് കത്തിച്ചു. അത് കത്തിപ്പോയി, ചാരമായിപ്പോയി. നമുക്ക് ആ ചാരം എടുത്തിട്ട് പിന്നെയും എനിക്ക് ആ കത്തിച്ച ആ വിറകിനെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നോക്കുക, chemical reactions in which reactants give products but the products do not give back the reactants are called irreversible reactions. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. എക്സാമ്പിൾ, കാർബൺ പ്ലസ് ഓക്സിജൻ gives carbon dioxide. ഞാൻ ഇപ്പൊ പേപ്പർ കത്തിച്ചത് കാര്യം പറഞ്ഞു. പേപ്പർ എന്താണ്? കാർബൺ ആണ്, അല്ലെ? പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ദ വുഡ് പൾപ്പിൽ എന്താണ്? കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ അതുണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. NaCl സോൾട്ട്, സിൽവർ നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ് പ്ലസ് AgCl. ഇവിടെ ഒരു precipitate ഫോം ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് പ്രോഡക്ട്സ് റിയാക്ടന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ ഇങ്ങനത്തെ റിയാക്ഷൻസ് എല്ലാം എന്തായിരിക്കും? ഇത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഓർക്കണം, എപ്പോഴും റിവേഴ്സിബിൾ റിയാക്ഷൻ എപ്പോഴും ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് നടക്കുന്നത്. എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. ഒരു സിസ്റ്റം ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ആ ഗ്ലാസ് റോഡ് എടുത്ത് ഞാൻ രണ്ട് സൈഡും ഞാൻ ക്ലോസ് ചെയ്തു. ആ സിറ്റുവേഷനിലാണ് ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സിസ്റ്റം ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓപ്പൺ സിസ്റ്റം എന്താണ്? there is a exchange of matter and energy. ഞാനിപ്പോ ഞാൻ പേപ്പർ കത്തിച്ച് ഓപ്പൺ സിസ്റ്റം, അറ്റ്മോസ്ഫിയറിലോട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. അതൊരു ക്ലോസ് സിസ്റ്റം അല്ല. അപ്പൊ എപ്പോഴും എല്ലാ റിയാക്ഷൻസും റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല. ക്ലോസ്ഡ് സിസ്റ്റമിൽ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എപ്പോഴും ക്ലോസ്ഡ് സിസ്റ്റമിലേ നടക്കുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ്, കെമിക്കൽ ഈക്വിലിബ്രിയം. സോ ഇവിടെ ഈ ഗ്രാഫ് നമുക്ക് നോക്കാം. Try to find answers to the given question by analyzing the graph for the reversible process. ഇത് റിവേഴ്സിബിൾ പ്രോസസ്സിലെ ഒരു ഗ്രാഫാണ്, കെമിക്കൽ ഈക്വിലിബ്രിയം. സോ ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് ആ റിയാക്ഷനിൽ നമ്മൾ ഈക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിലെ ടൈം, y ആക്സിസിൽ the rate of the chemical reaction, the speed of the chemical reaction എന്ന് പറയാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണ്, ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഒരു സ്റ്റേജ് എന്താണ്? ഇവിടെ ഈക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ നോക്കി. N2 + 3H2 gives 2NH3, അല്ലെ? ആദ്യം റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലാണ്, അല്ലെ? ആദ്യം റിയാക്ടൻസ് ആണ് നമ്മൾ കൂടുതൽ. അത് കഴിഞ്ഞ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കുറയുവാണ്, പ്രോഡക്ട്സ് ഫോം ചെയ്യുവാണ്, പ്രോഡക്റ്റിന്റെ ഫോം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഇവിടെ ആ ഗ്രാഫ് ഡിക്രീസ് ആവണം. അപ്പൊ റിയാക്ടൻസ് കുറഞ്ഞു വരുവാണ്, പ്രോഡക്ട്സ് കൂടുവാണ്, അല്ലെ? അപ്പൊ ഒരു സ്റ്റേജ് വരുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഓക്കെ,
കോൺസ്റ്റന്റ് ആയിട്ട് മാറുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ രണ്ടും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റിയാക്ടന്റ് കൂടുതൽ, അതിന്റെ റിയാക്ടൻസിന്റെ ആദ്യം കോൺസെൻട്രേഷൻ കൂടുതലാണ്. റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുവാണ്. ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്താണ്? പ്രോഡക്റ്റ് കൂടുതലാണ്. ഇവിടെ സപ്പോസ് ഇവിടെ ഒരു പ്രോഡക്റ്റ് കൂടുതലാണ്, അപ്പൊ റിയാക്ടൻസ് കുറവാണ്. അപ്പൊ റിയാക്ടൻസ് കുറഞ്ഞ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു സ്റ്റേജിൽ എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻ, രണ്ടും ഈക്വൽ ആണ്. റേറ്റ് ഓഫ് റിയാക്ടൻസും പ്രോഡക്ട്സിന്റെ എണ്ണം ഈക്വൽ ആയിട്ട് മാറും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 സെയിം ആയിട്ട് വരും. ആ സ്റ്റേജിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് the rate of forward reaction becomes equal to the rate of backward reaction. അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ്, അവിടെ ആ രണ്ട് റിയാക്ടൻസിന്റെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറയും? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് നാം പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. What happens to the rate of forward and backward reaction as time progresses? So as time passes, the rate of forward reaction decreases and the rate of backward reaction increases. അല്ലെ? ഇവിടെ നോക്കി ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ N2+H റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ഈ ഗ്രാഫ് y ആക്സിസിൽ റിയാക്ടന്റ് ആദ്യം കൂടുതലാണ് അല്ലെ? റിയാക്ഷൻ നടക്കുവാണ്. ഇപ്പൊ റിയാക്ഷൻ നമ്മൾ സമയം നോക്കാം. ഇപ്പൊ 0 റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പൊ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്. അപ്പൊ അങ്ങനെ സമയം പോകുന്തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു അല്ലെ? റിയാക്ടന്റ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷന് ഡിക്രീസ് ആവുന്നു അല്ലെ? ഡിക്രീസ് ആവുന്നു. അപ്പൊ അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? As time passes, the rate of forward reaction decreases and the rate of backward reaction increases. Backward reaction എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് കൂടുതലും റിയാക്ടന്റ് കുറവാണ്. അപ്പൊ റിയാക്ടന്റ് അല്ലെ? അപ്പൊ റിയാക്ടന്റ് പ്രോഡക്റ്റിന്റെ റിയാക്ടന്റ് കുറവാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഗ്രാഫ് വരുന്നത്. Identify the points at which the rates of both the forward and backward reaction becomes equal. അപ്പൊ ഏത് പോയിന്റിലാണ് റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആവുന്നത്? ഈ സ്റ്റേറ്റിൽ പോയിന്റ് എ. അതാണ് ആൻസർ. അപ്പൊ എന്താണ് കെമിക്കൽ equilibrium? Is the stage at which the rate of forward reaction becomes equal to the rate of backward reaction in a reversible chemical reaction. അപ്പോ എന്ത് പറയും? നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതുമ്പോൾ rate of forward reaction is equal to the rate of backward reaction. ഇനി ഏത് റിയാക്ഷനിലാണ്? റിവേഴ്സിബിൾ റിയാക്ഷനിൽ. ആ റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം നെക്സ്റ്റ് ഈ കെമിക്കൽ ഈക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറെ എക്സ്പെരിമെന്റ്സിന്റെ മുഖാന്തരമാണ് നമുക്ക് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടിയേക്കുന്നത്. എന്താണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. At the equilibrium, both the reactants and the products coexist. അതായത് ആ ഗ്രാഫിൽ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് റിയാക്ടൻസും പ്രോഡക്ട്സും കോഎക്സിസ്റ്റ്, രണ്ടും ഈക്വൽ എമൗണ്ടിൽ എക്സിസ്റ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു തെർമോ ഫ്ലാസ്ക് എടുക്കുകയാണ്. ഓക്കെ, ആ തെർമോ ഫ്ലാസ്കില് നമ്മൾ ഈക്വൽ മാസ് ഓഫ് ഐസും ഈക്വൽ മാസ് ഓഫ് വാട്ടറും ഞാൻ എടുക്കുവാണ്. ഐസും വാട്ടറും ഈക്വൽ ആയിട്ട് ഞാൻ എടുക്കുവാണ്. ഞാൻ ആ തെർമോ ഫ്ലാസ്ക് അടച്ചു വെച്ചു, നല്ല ക്ലോസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇക്വിലിബ്രിയം കണ്ടീഷൻ എപ്പോഴും ക്ലോസ് സിസ്റ്റമിലായിരിക്കും. അപ്പൊ ഇപ്പൊ ഓപ്പൺ ചെയ്താൽ എന്താവും? ആ ഐസ് എല്ലാം എന്താവും? ഐസ് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് അതെല്ലാം മെൽട്ടായിട്ട് പോകും. അപ്പൊ അത് നടക്കരുത്. അപ്പൊ ഞാൻ അത് ക്ലോസ് ചെയ്ത് വെച്ചു. ക്ലോസ് ചെയ്തതിനെ വെച്ചപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? അറ്റ്
0°C. അപ്പൊ അവിടെ മാസ് ചേഞ്ച് ആവുന്നില്ല, ഐസിന്റെയും വാട്ടറിന്റെ മാസ് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല, രണ്ടും ഒരേ ടെമ്പറേച്ചറിലാണ് അല്ലെ. അപ്പൊ അവിടെ മാസ് ഓഫ് ഐസും മാസ് ഓഫ് വാട്ടറും സെയിം ആണ്. എന്തുകൊണ്ട്? അവിടെ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്. എന്തുകൊണ്ടാണ്? നമ്മളത് ക്ലോസ് സിസ്റ്റമിലാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ റിയാക്ടന്റ് ടു പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അത് ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ തലേ വെക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ക്ലോസ് സിസ്റ്റം ആയത്? ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ആയതുകൊണ്ടാണ് രണ്ടെണ്ണത്തിന്റെ മാസ് സെയിം ആയിരിക്കുന്നത്. The rate of forward and backward reaction becomes equal at equilibrium. അപ്പൊ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ എന്തായിരിക്കും? ഇക്വിലിബ്രിയം സ്റ്റേജിൽ എന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് ആ ഗ്രാഫ് നമ്മളോട് പറയുന്നത്. Chemical equilibrium is dynamic at the molecular level. ഇതാണ് ഇതിന്റെ അർത്ഥം. ഞാനിപ്പോ തെർമോഫ്ലാസ്കിലെ ഐസും വാട്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അവിടെ ഈക്വിലിബ്രിയം മിക്സ്ചർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അവിടെ നമുക്ക് കാണുമ്പോൾ, പുറമെ കാണുമ്പോൾ എന്താണ്? വാട്ടറും ഐസിന്റെ മാസ് സെയിം ആണ്. അപ്പൊ രണ്ടും കാണുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ മോളിക്കുലാർ ലെവലിൽ നമുക്ക് ആ പർട്ടിക്കുലർ റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ ഇന്റർഫേസിൽ, അതായത് ഈ ഐസിന്റെയും വാട്ടറിന്റെയും തമ്മിൽ ആ ജംഗ്ഷനില് എന്താവാണ്? കുറച്ച് മോളിക്യൂൾസ്, ഐസിന്റെ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് എന്താണ്? ലിക്വിഡ് ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് വാട്ടറിലെ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് അത് ഐസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. അപ്പൊ മോളിക്കുലാർ ലെവലില് എന്താണ്? നമുക്ക് കാണുമ്പോൾ സ്റ്റാറ്റിക് ആണ്, റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, ഈക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിലും മോളിക്കുലാർ ലെവലില് അവിടെ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു കെമിക്കൽ ഈക്വിലിബ്രിയം എക്സിസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, കെമിക്കൽ ഈക്വിലിബ്രിയം ഇസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. എന്താണ് ഈ ക്ലോസ്ഡ് സിസ്റ്റം? നമ്മൾ ഒരു എക്സ്പെരിമെന്റ്, ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, കോൺസെൻട്രേറ്റഡ് HCl-ഉം അമോണിയവും ഡിപ്പ് ചെയ്ത് രണ്ട് കോട്ടനും നമ്മൾ ഉള്ളിലേക്ക് ഇട്ടു, രണ്ട് കോർപ്പുണ്ട് നമ്മൾ അടച്ചു വെച്ചു. കുറച്ചു നേരമായപ്പോൾ ഒരു ജംഗ്ഷനിൽ വൈറ്റ് സ്മോക്ക് നമ്മൾ കണ്ടു അല്ലെ. അവിടെ ഇത് ഈക്വിലിബ്രിയം എക്സിസ്റ്റ് ആയതുകൊണ്ട് ആ വൈറ്റ് സ്മോക്ക് നമ്മൾ കണ്ടേ. അപ്പോ ഇവിടെ എന്താണ് ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത്? Closed system is one in which nothing new is added to a system or nothing is removed from the system. Equilibrium is possible only in the closed system. Closed system എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് എടുക്കാം. ആ ബോക്സ് ഞാൻ അടച്ചു വെച്ചാൽ, ഞാൻ അടച്ചു വെച്ചാൽ എന്തെങ്കിലും പുതിയ സാധനം എനിക്ക് അതിൽ അടച്ചു വെച്ച ബോക്സിലേക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. ആ അടച്ചിരിക്കുന്ന ബോക്സിന് ഉള്ളിൽ നിന്ന് എനിക്ക് പുതിയ സാധനം എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ആ കോൺസെപ്റ്റ് ഒന്ന് എടുക്കാം. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നത്തിങ് യു ക്യാൻ ബി ആഡഡ് ഓർ അങ്ങനത്തെ ഒരു സിസ്റ്റമിലാണ് ഇപ്പോൾ ഈക്വിലിബ്രിയം കണ്ടീഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഐസും വാട്ടറും ഞാൻ തെർമോഫ്ലാസ്കിലാണ് ഞാൻ അടച്ചു വെച്ചേക്കാണ്. അത് തുറന്നാൽ എന്താവും? അത് എസ്കേപ്പ് ആവും. അത് ഓപ്പൺ സിസ്റ്റം ആയി പോകും. ഓക്കെ, ഈ പാരഗ്രാഫ് എന്തുകൊണ്ടാണ് ഈ കെമിക്കൽ ഈക്വിലിബ്രിയം ഇസ് ഡൈനാമിക് അറ്റ് മോളിക്കുലർ ലെവൽ എന്ന് പറയാൻ കാരണം എന്നുള്ളതാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് in all the systems in equilibrium, both reactants and products coexist. ഏത് ഈക്വിലിബ്രിയം റിയാക്ഷൻ നോക്കിയാലും റിയാക്ടന്റിന്റെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? റിയാക്ടന്റും ഈക്വൽ ആയിരിക്കും, പ്രോഡക്ട്സ് ഈക്വൽ ആയിരിക്കും. At equilibrium, forward and backward reaction occurs simultaneously at the same rate. അപ്പൊ ഈക്വിലിബ്രിയം കണ്ടീഷനിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിലാണ്, ഒരേ സ്പീഡിലാണ് അത് നടക്കുന്നത്. ഒരുമിച്ചും ഒരേ സ്പീഡിലാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് വൈ കെമിക്കൽ ഈക്വിലിബ്രിയം ഇസ് സെഡ് ടു ബി ഡൈനാമിക് അറ്റ് ദ മോളിക്കുലർ ലെവൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ കെമിക്കൽ ഈക്വിലിബ്രിയം നമ്മൾ ഡൈനാമിക് നേച്ചർ എന്ന് പറയുന്നത്. അതായത് അവർ തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിയാക്ടൻസും പ്രോഡക്ട്സും എല്ലാം ഒരേ സെയിം എമൗണ്ടിലാണ് ഉള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ
സെക്കൻഡ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിലെ സെക്കൻഡ് കോൺസെപ്റ്റ് പഠിച്ചു. എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? റിവേഴ്സിബിൾ റിയാക്ഷനും പിന്നെ ഇറിവേഴ്സിബിൾ റിയാക്ഷനും. പിന്നെ നമ്മൾ പഠിച്ചു ഇക്വിലിബ്രിയം എന്താണ് എന്ന് പഠിച്ചു അല്ലെ. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷനെ നമ്മൾ ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സിബിൾ റിയാക്ഷന് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട് അല്ലെ. ത്രൂ ദ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷന്? അപ്പൊ ആ ഡെഫിനിഷൻ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. റിയാക്ഷൻ ടേക്കിംഗ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻ ഇസ് കോൾഡ് ആസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ബോത്ത് ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഒരെണ്ണം ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും, ഒന്ന് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ എന്തുവാകുന്നു? റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ബാക്ക്വേർഡ് റിയാക്ഷന് പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു അല്ലെ. അടുത്ത കോൺസെപ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേജില്, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആൻഡ് ഇൻ എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തില്? അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷന് റിയാക്ടന്റും പ്രോഡക്റ്റും സെയിം ആയിരിക്കും, സെയിം എമൗണ്ടിലായിരിക്കും. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ. എത്ര സ്പീഡിലാണോ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നത് അതേ സ്പീഡിലാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നത്. രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്, സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ കെമിക്കൽ ഈക്വിലിബ്രിയം ഇസ് ഡൈനാമിക് അറ്റ് മോളിക്യുലർ ലെവൽ. സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ മോളിക്യുലർ ലെവൽ അത് ഡൈനാമിക് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക് അല്ലല്ലോ റിയാക്ഷൻ, രണ്ട് റിയാക്ഷൻ നടന്നുകൊണ്ട് സൈമൾട്ടേനിയസ്, അതുകൊണ്ടാണ് അവർ ഡൈനാമിക് എന്ന് പറയുന്നത്. എപ്പോഴും കെമിക്കൽ ഈക്വിലിബ്രിയം എപ്പോഴും ഏത് സിസ്റ്റമിലായിരിക്കും? ക്ലോസ് സിസ്റ്റമിലാണ്. ഓക്കെ താങ്ക് യു സ്റ്റുഡൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലീ ഷാലേസ് പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാം. ഓക്കെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.